ഇത്തിരി വിഷമമുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഞാനിങ്ങനൊരു പോസ്റ്റ് കണ്ടത്. ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും തോന്നി, വിഷമവും തോന്നി. ആ പോസ്റ്റ് നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. ആ പോസ്റ്റ് ഇട്ടവൻ അവനാണോ അവളാണോ ആരായാലും അത് ഭയങ്കര ഒരു അപാരം തന്നെ, പറയാതിരിക്കാൻ വയ്യ. മനസ്സിലായില്ലേ? ഇനിയൊന്നും ആരെയും ദ്രോഹിക്കരുത്. ദ്രോഹിക്കാം, ഇല്ല എന്നല്ല, എല്ലാത്തിനും ഒരളവുണ്ട്. അധികമായാൽ അമൃതവും വിഷം എന്നാണ് പറയുന്നത്, അല്ലേ? അത് തെറ്റല്ലേ? ദേ ഈ ഒരു പോസ്റ്റ് ഇത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. ആര് കണ്ടാലും കണ്ണ് നനയുന്ന ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ നായിൻ്റെ മക്കൾക്കൊക്കെ എന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഈ ഇട്ടവനെ പോയി ചത്തൂടെ, അല്ലെ ഇട്ടവക്ക് പോയി ചത്തൂടെ? ചത്തിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ? ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോസ് ഇറക്കുമ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണിത്. ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ID ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതാരാണ് ഇട്ടത്, എന്താണ് ഇട്ടത് എന്നുള്ളതൊക്കെ. ഇത്രമാത്രം ആ കുട്ടിയെ ദ്രോഹിക്കാനായിട്ട് ആ കുട്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ രേണുസുധിക്ക് വേണ്ടിയിട്ട് നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ടൊരാളാണ്. രേണുസുധിയുടെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് രേണുസുധിയെക്കുറിച്ച് ഞാൻ ഒരുപാട് പേര് ട്രോൾ ചെയ്യപ്പോൾ എനിക്ക് സങ്കടമായിട്ട് ഞാൻ രേണുവിനെ കുറിച്ചിട്ട് നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ കുട്ടി അനാവശ്യമായിട്ട് നിങ്ങൾ ട്രോളുന്ന എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം രേണു വന്നിട്ട് ലൈവിലൊക്കെ വന്നിട്ട് വളരെ വൾഗറായിട്ട്, അല്ലെങ്കിൽ പോലും രേണുവിനെയൊക്കെ നമുക്ക് ഭയങ്കര ഒരു മതിപ്പും ഒരു ഇഷ്ടവും ഒരു ആരാധനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മോശമായിട്ടൊക്കെ, ചെറുതായിട്ടെങ്കിലും മോശമായിട്ടൊക്കെ കാണിക്കുമ്പോൾ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വരും. അത് ആർക്കായാലും വരും, അത് പറയാം നമുക്ക്, അല്ലേ? അധികം അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് സംസാരിക്കാം. അങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ രേണുവിനോട് എനിക്കിഷ്ടക്കുറവോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോൾ രേണുവിന് സുഖമില്ല എന്നറിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഒരുപാട് വേദനിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ രോഗം എന്ന് പറയുന്നത് ആർക്കും വരാം, എപ്പോഴും വരാം. രോഗം എപ്പോഴും ആർക്കും എങ്ങനെയും വരാം, എവിടെ വെച്ചും വരാം. നമ്മൾ അത് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കുകയോ ആഡംബരം കാണിക്കുകയോ അയാൾക്ക് ആ രോഗം വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഘോഷിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യരുത് ഒരിക്കലും. ദൈവം ഒന്ന് കണ്ണടച്ചാൽ എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഒരു പോസ്റ്റ് ഇടുക എന്ന് പറയുന്നത്, ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുട്ടി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. ആ കുട്ടി വളരെ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ രോഗം അറിഞ്ഞിട്ട്. ഇതറിഞ്ഞിട്ട് പോലും ആരെയും അറിയിക്കാണ്ട് ആ റിസൾട്ടുകളെല്ലാം അലമാരയിൽ പൂട്ടി വെച്ചിട്ട് മറ്റുള്ളവരെ ഹാപ്പിയാക്കി സന്തോഷിപ്പിച്ചുകൊണ്ട് ഇത്രയും ട്രോളുകൾ ഏറ്റുവാങ്ങി. ഞാൻ നോക്കിയിട്ട് ഇത്രയും ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ടും ധൈര്യത്തോടുകൂടി നിൽക്കാനൊരു മനസ്സുണ്ടായില്ലേ? അത് തന്നെയല്ലേ വലിയ പുണ്യം. യവന്മാരെല്ലാം അലക്കി ഉടുത്തപ്പോഴും അശീല് വിരിച്ചപ്പോഴും ആ കുട്ടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയെന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഒന്നും പറയാനില്ലടാ നിന്നെയൊക്കെ. അവളെ മനസ്സുകൊണ്ട് എപ്പോഴേ അവൾ ശപിച്ചു കഴിഞ്ഞു നിന്നെയൊക്കെ. ഇത്രയും അർമാദിച്ച് ട്രോളിയന്മാരെയൊക്കെ അവൾ ശപിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു രോഗം അത് ആർക്കും എപ്പോഴും സംഭവിക്കാം. തെറ്റ് ചെയ്തിട്ടാണോ തെറ്റ് ചെയ്തിട്ടില്ല അതൊന്നും അറിയില്ല. അതൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഒരു രോഗം വന്നൊരു വ്യക്തിയെ നമ്മൾ പിന്നെയെങ്കിലും അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുകയോ അവരെ മനസ്സിനെ നോവടിക്കാതെ കണ്ട് നമ്മൾ ഒന്ന് ഒതുങ്ങി കൊടുക്കണം. കുറേ ആയല്ലോ, കുറേ പണം ഉണ്ടാക്കി, ഒരുപാട് പേര് ആ കുട്ടിയെ ട്രോളി പണം ഉണ്ടാക്കി, അക്കൗണ്ട് റീച്ചായി പണം കിട്ടി. ഇനിയെങ്കിലും ഒന്ന് ഒതുങ്ങിക്കൂടി. അതിന് തീരാത്തൊരു വ്യാധി വന്നിരിക്കുകയാണ്. അതെങ്ങനെയെങ്കിലും ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം നിങ്ങൾ ട്രോൾ ചെയ്ത് കുറേ വൾഗറായിട്ട് ട്രോൾ ചെയ്യും കുറേ ആൾക്കാർ, അത് തെറ്റ് തന്നെയാണ്. എല്ലാവരും തെറ്റായിട്ട് ട്രോൾ ചെയ്തിട്ടില്ല, ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഒരു ലേഡി പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടായിരുന്നു. ഈ ലേഡിക്കൊക്കെ എങ്ങനെ ഇത് പറയാൻ തോന്നുന്നു? അവൾക്ക് മാറാരോഗം വരട്ടെ എന്ന് ഒരുത്തി പറയുകയാണ്. ഒരു വോയിസ് ക്ലിപ്പിൽ ഞാൻ കേൾക്കുകയാണ്, അവൾക്ക് മാറാരോഗം വരട്ടെ എന്ന്. എന്ത് മാറാരോഗം വരാനാ? ഈ രേണുവിനെക്കാട്ടിലും വളരെ വൾഗറായിട്ട് തുണി അഴിച്ച് കാണിക്കുന്ന കുറേ നായിൻ്റെ മക്കൾ ഇതിനകത്തുണ്ട്. മൊത്തത്തിൽ തുണി അഴിച്ച് കാണിക്കുന്ന ഓരോ ഭാഗം കാണിക്കാനായിട്ട് ഇത്ര രൂപ എന്ന് പറഞ്ഞ് ഇതിനകത്ത് അഴിഞ്ഞാടുന്ന കുറേ കൂത്തിച്ചി മക്കളുകളുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വേശികളെന്ന് വേണം പറയാം ഇവളെയൊക്കെ. ഇത്രയും ജനങ്ങൾക്ക് പബ്ലിക്കായിട്ട് തുറന്ന് കാണിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ എവളുമാർ പോയി കണ്ടവന്മാരോട് കിടക്കൂല എന്ന് എന്താണ് ഉറപ്പ്? ഒരു ഉറപ്പുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യണവന്മാരെ എടുത്ത് അലക്കാനോ ഉടുക്കാനോ ഒന്നും ആളില്ല. കാരണം ഈ ഉള്ളവന്മാരും പോയി കാണും, പിന്നെ അവന്മാരെങ്ങനെ അടുത്തുലുക്കും? അവിടെ ഇവിടെ ഒരു ദൂരം കാണിച്ച് ലൈവിൽ വരുന്ന ഒരു രേണുസുധിയെ അലക്കി ഉടുത്തു ഇവന്മാരെല്ലാവരും കൂടെ. ഇനിയിപ്പോൾ അലക്കി ഉടുക്കണ്ടല്ലോ. അതിനെടുത്താൽ പൊങ്ങാത്തൊരു രോഗം വന്നിട്ടുണ്ട് ആ കൊച്ചിന്. ഇനി ആർക്കും അലക്കി ഉടുക്കണ്ടല്ലോ.
ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഒരു കുഞ്ഞ് വളർത്തമ്മയാണ്, പോട്ടെ പെറ്റമ്മയല്ല, വളർത്തമ്മയായാലും ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നില്ലല്ലോ, ആ മൂത്ത കുഞ്ഞിനെ അവൾ വളർത്തിയില്ലേ. ചിലപ്പോൾ 2 അടി കൊടുത്തു കാണും, ചിലപ്പോൾ അവളുടെ മാനസികാവസ്ഥ കൊണ്ട് ചിലപ്പോൾ അവൾ വഴക്ക് പറഞ്ഞു കാണും, ചിലപ്പോൾ കുറച്ചൊന്നും നോക്കി കാണൂലായിരിക്കും. ശരി തന്നെയാണ്, ഓരോരുത്തരുടെ മാനസികാവസ്ഥ അത് അവരവരൊക്കെ അറിയൂ. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി കാണും. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് അടുത്ത കണ്ടത്തിലെ ഒരുത്തൻ പോയിട്ട് അല്ലെങ്കിൽ ഒരുത്തി പോയിട്ട് ആ കുഞ്ഞിനോട് ഇല്ലാ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ തള്ളയും മോനെയും കൂടെ തെറ്റിച്ചിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടി? എന്ത് കിട്ടാൻ പോണു? ഒന്നും കിട്ടാൻ പോണില്ല. അവരെ ചെറിയ സന്തോഷം കണ്ടെത്തി അമ്മയും മോനും പൊക്കോണ്ടിരുന്നു. വളർത്തമ്മ എപ്പോഴും പെറ്റമ്മയെ പോലെ ആവൂല എന്ന് പറയും. ശരി തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിലും ഒരു അമ്മ തന്നെയല്ലേ, ഇത്രയും വർഷം വളർത്തിക്കൊണ്ട് വന്നില്ലേ. ഒന്നുമില്ലെങ്കിലും ആ കൊച്ചിന് വിദ്യാഭ്യാസം കിട്ടി, അത് പഠിച്ചു, വളർന്നു, ഇത്രയും നാൾ ജീവിച്ചില്ലേ, റോട്ടിലിറക്കി വിട്ടില്ലല്ലോ. എത്രയോ തള്ളമാർ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് കണ്ടോമാരോടെ ഓടിപ്പോണു. അങ്ങനെ ഒന്നും പോയില്ലല്ലോ. അവൾ നോക്കിയില്ലേ 2 കുഞ്ഞുങ്ങളെ. ഒരു ഷബീന ബീബി എന്ന് പറഞ്ഞ് ഒരുത്തി പോയിട്ട് ആ കുഞ്ഞിനോട് അനാവശ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിനെയും തള്ളയും കൂടെ തെറ്റിച്ചു. നിനക്കെന്ത് കിട്ടി? അല്ല, ഷബീന ബീബിക്ക് എന്താണ് കിട്ടിയത്? ഒന്നും കിട്ടിയില്ലല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ പറയണത്? അവനവൻ്റെ കാര്യം തന്നെ ആദ്യം നോക്കണം. നമുക്കെന്തെങ്കിലും കുറവുണ്ടോ, കുറ്റങ്ങളുണ്ടോ? ഞാനും എല്ലാം തികഞ്ഞവളൊന്നുമല്ല, ഒരിക്കലും ഞാനത് പറയുകയില്ല. പക്ഷെ നമ്മൾ കുറേയൊക്കെ മാന്യതയോടുകൂടി പെരുമാറാൻ പഠിക്കുക, നടക്കാൻ പഠിക്കുക, ജീവിക്കാൻ പഠിക്കുക. വീഡിയോകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് നടക്കുകയെന്ന് ഞാൻ പറയുന്നുള്ളൂ. അടുത്തവൻ്റെ പറമ്പിൽ എത്ര വാഴയുണ്ട്, അതിലെത്ര കൊലയുണ്ട്, അതൊന്നും അടുത്തവൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. അവർ നോക്കിക്കോളൂ, മനസ്സിലായില്ലേ? അവിടെ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് അവർ നോക്കും. അവിടെ കയറി തലയിടേണ്ട കാര്യമല്ലേ. ഷബീന ബീവി പോയിട്ട് ആ മൂത്ത കുഞ്ഞിനോട് അനാവശ്യം പറഞ്ഞു കൊടുത്തു. ആ കുഞ്ഞ് ആ തള്ളയായിട്ട് തെറ്റിപ്പോയി. ഇപ്പോൾ രേണുസുധിക്ക് ക്യാൻസറാണ്. ആ സമയത്തെങ്കിലും ആ കുട്ടിയെ ട്രോളാതെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? എന്താണ്, ഉണ്ടാക്കിയ കാശൊന്നും പോരെ? യൂട്യൂബിൽ നിന്ന് കുറേ ആ പെണ്ണിനെ വിറ്റ് കുറേ ഉണ്ടാക്കിയല്ലോ. യൂട്യൂബിൽ അലക്കി ഉടുത്തും കൊണ്ട് കുറേ പൈസ അവന്മാരും അവളുമാരും ഉണ്ടാക്കി. ഇനിയെങ്കിലും അതിനെ വെറുതെ വിട്ടുകൂടെ? അതിനൊരു രോഗമാണ്. അതിനിച്ചിരി സമാധാനവും സന്തോഷവും കിട്ടേണ്ട സമയമാണിപ്പോൾ. ആ സമയത്ത് നമ്മൾ കഴിയുന്നത് ഉപദ്രവിക്കാതിരിക്കുക, അവർക്കൊരല്പം സന്തോഷം കൊടുക്കാൻ പറ്റിയാൽ കൊടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നി. ഇങ്ങനെയൊക്കെ ഇടാൻ ഇങ്ങനെ തോന്നുന്നു എന്നാണ്. ആദരാഞ്ജലികളെന്ന് നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. വ്യക്തമായി ഞാൻ കാണിച്ചു തരാം. എഴുതിയിരിക്കുക ആദരാഞ്ജലികളെന്ന്. ഇവൻ്റെയൊക്കെ വീട്ടിൽ അമ്മയും പെങ്ങന്മാർക്കും ഇങ്ങനെ വന്നാൽ ഇതുപോലെ എഴുതിയിടുമോ ആദരാഞ്ജലികളെന്ന്? ഇതൊക്കെ ഏത് തന്തയ്ക്കുണ്ടായി എന്നാണ്? ഈ തന്ത എവനെ ഉണ്ടാക്കി നേരം വല്ല വാഴ വല്ലതും വെച്ചിരുന്നെങ്കിൽ ഒരു കൊലയെങ്കിലും അവർ വെട്ടി തിന്ന് പോകുമായിരുന്നു. മനസ്സിലായില്ലേ? ഇതൊക്കെ പല തന്തയ്ക്കുണ്ടായതാണ് ഇങ്ങനെയൊക്കെ പ്രവൃത്തികൾ കാണിക്കുന്നത്. അല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത്? ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് അത് പബ്ലിഷ് ചെയ്യുക, വീഡിയോയിൽ വൈറലാക്കുക. അതാണ് ഒരാൾക്കൊരു രോഗം ഉണ്ടെങ്കിൽ പോലും നമ്മളത് രഹസ്യമായിട്ട് വെച്ച് അവർക്ക് ആശ്വാസം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനൊരു രോഗം ഉണ്ടായിരുന്നിട്ട് പോലും ആ കുട്ടി ഒരുപാട് അഭിനയത്തിനും കാര്യങ്ങൾക്കൊക്കെ ഓടി നടന്ന് അതിൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് ഒരൊറ്റ മനുഷ്യരും ഇല്ലായിരുന്നല്ലോ അതിനൊന്ന് താങ്ങാൻ. 1-2 പേരൊന്ന് പോയതേ ഉള്ളൂ. അതിന് ഭർത്താവ് ഉണ്ടായിരുന്നപ്പോഴും അവരൊരു സമയത്ത് വീഡിയോയിൽ വന്നതാണ്. ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥ വെച്ചിട്ട് ഒരു വീഡിയോയിൽ അവർ വന്നതാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ആ സമയത്തൊന്നും ഒറ്റ കുഞ്ഞുങ്ങളും ഇല്ലായിരുന്നല്ലോ അവർ തിരിഞ്ഞു നോക്കാൻ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ അങ്ങനെയായി, അവൾ ഇങ്ങനെയായി. പണ്ടത്തെ കാലമൊന്നുമല്ല ഭർത്താവ് മരിച്ച ഉടനെ ഭർത്താവിൻ്റെ കൂടെ ചെതയിൽ ചാടാനായിട്ട്. പണ്ടത്തെ കാലമൊന്നുമില്ല വെള്ള സാരി കൊടുത്ത് ഇങ്ങനെ വിധവയായിട്ട് പൊട്ടും കളഞ്ഞ് പൂവും കളഞ്ഞ് ജീവിക്കാനായിട്ട്. ഇന്നത്തെ ജനറേഷൻ വേറെയാണ്. അവർ കഷ്ടപ്പെട്ടെങ്കിലേ അവർക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറ്റൂ. അവർ കഷ്ടപ്പെട്ടാലേ അവരെ മക്കളെ വളർത്താൻ പറ്റൂ, വാടക കൊടുക്കാൻ പറ്റൂ. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവൾ അവളുടെ കാര്യം നോക്കി അവൾ അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളുടെ രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്നതിനെ ട്രോളി നശിപ്പിച്ച് എവിടെ തിരിഞ്ഞാലും രേണുസുന. ഞാൻ എപ്പോൾ നോക്കിയാലും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ രേണുസുനയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോന്നിത് അവളെന്തോന്ന് ഐശ്വര്യ റായി എങ്ങനെ എടുത്തിട്ട് അവളെ അലക്കാനായിട്ട്. അതൊരു പെങ്കൊച്ചല്ലേ, നിങ്ങൾ ആരെ ഉപദ്രവിക്കാൻ വരുന്നില്ല. അവളെ കാര്യം നോക്കി അവൾ പോവുകയാണ്. അവളെക്കാട്ടിലും വൾഗറായിട്ട് കാണിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഈ ചാനലിലുണ്ട് ഇല്ലേ? ഒരു തുണി പോലും ഇല്ലാതെ അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവരെയൊന്നും ട്രോളാനോ അവരെയൊന്നും കാര്യങ്ങൾ നോക്കാനോ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു രോഗമായിട്ട് വന്നൊരു കുട്ടിയാണ്. അതിന് ഇനിയും നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? അത് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ആദരാഞ്ജലികൾ ഇടാനായിട്ട്. നിൻ്റെ തന്ത പോയി നോക്കിയായിരുന്നോ അവൾ മരണപ്പെട്ട കാര്യം? പോയി കണ്ടിട്ടാണോ വന്നത്?
പോയി ചാവടാ നീയൊക്കെ. എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് കാര്യത്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് എന്ത് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്? ഒരു സന്തോഷവും കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വേണം വേണ്ടാന്നല്ല, നമ്മളെല്ലാവരെയും ട്രോളാം. നമുക്ക് ട്രോളുന്നതിനൊരു പരിധിയുണ്ട്. ഓവറായാലുണ്ടല്ലോ, അധികമായ അമൃതവും വിഷമെന്നാണ് പറയുന്നത്. ആ കുട്ടി നേരിട്ട് കാണുമ്പോൾ ഉള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് വേദനിക്കും ആ മനസ്സ്. ഒരു ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് മുക്തി നേടി വരാനായിട്ട് എത്ര സ്ട്രഗിൾ ചെയ്യണമെന്നറിയാമോ? എത്ര കഷ്ടപ്പാടാണെന്നറിയാമോ? എന്തെല്ലാം ത്യാഗങ്ങൾ സഹിക്കണമെന്നറിയാമോ? അതിനിടയിൽ ആ മനസ്സിനെ വേദനിപ്പിച്ച് ഓവറായിട്ട് നമ്മൾ ആഴത്തിലേക്ക് അവരെ വേദനിപ്പിച്ച് കൊണ്ടുപോയിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ അക്കൗണ്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇവന് നല്ല പണി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവന് നല്ല പണി, ഏറ്റ പണി കൊടുക്കണം. ഒരു ഹോട്ടലിൽ കയറി ഒരിക്കലും ഉണ്ടാൽ മതി, നല്ല ഹോട്ടലായിരിക്കണം, പിന്നെ ഒരിക്കലും ഉണ്ണേണ്ടി വരത്തില്ല. അമ്മാതിരിയുള്ള പണി കൊടുക്കണം ഇതിന്. ഈ അക്കൗണ്ട് ആരാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട്. ഇതാണ് അക്കൗണ്ട്.